ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ടിക്ക റൈസ് റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ ഒരു കപ്പ് തൈര് അല്ലെങ്കിൽ യോഗേർട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർക്കുക. അതുപോലെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കളറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ടിക്കയുടെ കറക്റ്റ് ആ ഓറഞ്ച് കളർ തന്നെ കിട്ടും. 250 ഗ്രാം ചിക്കൻ കൂടി ബാറ്ററിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. അതിലേക്ക് ഒരു വലിയ സവാള, ക്യാപ്സിക്കം, തക്കാളി എന്നിവ നല്ല നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് അധികം ഒന്നും വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് ക്രഞ്ചി ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു കുക്ക്ഡ് സലാഡാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലിട്ട് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി അതിലൊഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ബാറ്റർ കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. നമുക്കതിൽ ലാസ്റ്റ് ആവശ്യം വരും. ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് ഒരു 6 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുക. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ 2 ടീസ്പൂൺ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ക്യാപ്സിക്കം എന്നിവ ചേർക്കുക. അതുപോലെ 1 ടീസ്പൂൺ വീതം നന്നായി ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റുക. ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറാണ് വരിക. ഇതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററാണ്. ഇതും കൂടെ ചേർക്കുക. ഇതാണ് ഈ റൈസിൻ്റെ വലിയൊരു പ്രത്യേകത. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റൈസിന് മസാല തയ്യാറാക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ മേലെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് ബസ്മതി റൈസാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3/4 വേവിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇത് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ആ മസാലയും റൈസും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടിക്ക റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.